നമസ്കാരം. അപ്പോൾ അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യൻ്റെ സോങ് താത്ത വരുതെന്നൊക്കെ പറഞ്ഞിട്ട് താത്ത പോയിട്ടൊരു മനുഷ്യൻ പോലും ആ ഒരു സിനിമ കാണാൻ കയറാൻ സാധിക്കാത്ത രീതിയിലായിപ്പോയില്ല. എൻ്റെ പൊന്ന് അനിരുദ്ധ് സാറേ, എന്ത് മ്യൂസിക്കാണ് ചെയ്തു വെച്ചേക്കണത്. പക്ഷെ എൻ്റെ പൊന്നോ, അതൊക്കെ ആ എ ആർ റഹ്മാൻ അദ്ദേഹത്തെ വെച്ച് ചെയ്ത് നീണ്ടല്ല വെറുത്താലോ ഏനെ. ഈ ഒരു ചിത്രം റിലീസിങ്ങിന് മുമ്പായിട്ട് ഇന്ത്യൻ 2 എന്ന് പറയുന്ന ഈ ഒരു ചിത്രം റിലീസിങ്ങിന് മുൻപേ തന്നെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോസിന്റെ കടിയിൽ വന്നിട്ട് ഈ അനിരുദ്ധ് ഫാൻസിന്റെ ഒക്കെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു. എന്തൊക്കെയായിരുന്നു വായത്തള്ള്, മലപ്പുറം കത്തി, അമ്പും ബില്ലും, കൊമ്പ്, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ അനിരുദ്ധ് സാറിന്റെ ആ ഒരു പാട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ 2 കലക്കും. ശരിക്കും കലക്കി, സത്യത്തിൽ അത് കലക്കിയാക്കാണ് ഇപ്പോൾ. ഒരു മനുഷ്യർ പോലും ആ ഒരു ചിത്രം കാണാനായിട്ട് വരാൻ സാധിക്കാത്ത രീതിയിലാണ് ആ ഒരു പാട്ട്. എത്രയുണ്ടെന്ന് ചോദിക്കാനൊന്നും പാടില്ല. ആ ഒരു മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ തലച്ചോറ് അടഞ്ഞു പോണെന്നാണ് പറയുന്നത് പ്രേക്ഷകർ. ഒരു സാധാരണക്കാരനെ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ മ്യൂസിക് ചെയ്താൽ പോരെ. ഈ മറ്റേ ടെപ്പാങ്കുത്തും കുത്തുപാട്ടൊക്കെ കുത്തിക്കയറ്റി കാതും ചെവിടെ കടിച്ചു പോയിട്ട് കാത് കേൾക്കാണ്ടായിരിക്കണമെന്നാണ് പ്രേക്ഷകർ. കേൾക്കാൻ സാധിക്കാത്ത രീതിയിലാണ് അദ്ദേഹം മ്യൂസിക് ചെയ്യണമെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഒരു പ്രേക്ഷകൻ വീഡിയോനടിയിലായിട്ട് നല്ല വെണ്ടക്കക്ഷരത്തിലാണ് കമന്റ് ഇട്ടാക്കുന്നത്. എന്താണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത്? തീർച്ചയായിട്ടും തനി തോൽവിയാണ്, ഒന്നും പറയാനില്ല. ആ ഒരു ചിത്രത്തിൽ ചെയ്തിരിക്കുന്ന ആ ഒരു പാട്ടിന് താത്താവരുതെന്ന് താത്ത പോയിട്ടൊരു പൂച്ച പോലും മനില്ല. അതില് ആ തിയേറ്റർ തന്നെ അടച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ഈ ഒരു പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആൾക്കാരെ വെറുപ്പിക്കാന്നല്ല, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അനിരുദ്ധ് ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കമന്റ് ഞങ്ങളൊന്ന് കാണട്ടെ നിന്നേക്കാം. അയ്യോ, അനിരുദ്ധിന്റെ ഫാൻസൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ആരും കാണാനില്ല. ഇപ്പൊ ഈ ഒരു പാട്ട് ഇറങ്ങിയതിന് ശേഷം ഒത്തിരി വീഡിയോ ഇട്ടില്ല. അതിന്റെ അടിയിലൊന്നും ഒന്ന് കമന്റ് ആണില്ല. എന്താണ് നിങ്ങൾ വിളിച്ചിരിക്കണ? പറയാനൊന്നുമില്ലേ? വാക്കുകളില്ലേ? നിന്റെയൊക്കെ വായ അടഞ്ഞു പോയാൽ അല്ലെങ്കിൽ തൊണ്ടയിൽ പഴമാണോ? വാട വന്ന് നോക്ക്, ഇതിനകത്തൊന്ന് കമന്റ് ഇട്ട് നോക്കുക. പറയാൻ പ്രതികരിക്കണ ബാക്കിയുള്ള ആൾക്കാർ. ഇമാതിരി പാട്ടൊക്കെ ചെയ്തിട്ട് ഒരു സിനിമ നശിപ്പിക്കാൻ നോക്കരുത്. എന്നിട്ട് ആയിരിക്കും കേൾക്കാത്ത രീതിയിൽ കുറെ പാട്ടും കുറെ മ്യൂസിക്കും ചെയ്തു വെച്ചിട്ട് എല്ലാം ന്യൂ ജനറേഷൻ ആണെന്ന് പറഞ്ഞിട്ട് തട്ടങ്ങളെ തട്ടിയിട്ട് തട്ടുപാട്ട് കുത്തുപാട്ട്. എൻ്റെ പൊന്ന് ബ്രോ, ഇമാതിരി സാധനം ചെയ്തിട്ട് ആൾക്കാരുടെ ചെവിയുടെ കല്ലടക്കം അടിച്ചു പോയേക്കണം. കല്ലടക്കം ചെവി കേൾക്കാൻ വയ്യാത്ത രീതിയിലാക്കി വെച്ചേക്കണം. അദ്ദേഹത്തിന് ഒരു BGM ആ ഒരു തിയേറ്ററിൽ വെറുതെ കുലിക്കേട്ട് കാര്യമില്ല. അതിനകത്തൊക്കെ എന്തെങ്കിലും വേണം, മനസ്സിലായ? മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ സാധിക്കണമല്ലോ. അത് വെറുതെ കിടന്ന് കുറുകുറാന്നും പറഞ്ഞ് അത് തിയേറ്റർ ഇട്ട് കുലുക്കാനെന്നുണ്ടെങ്കിൽ വേറെ വല്ലതും വെച്ച് പൊക്കിയാൽ പോരെ ആ തിയേറ്റർ കാണുക. അതൊക്കെ നമ്മുടെ എ ആർ റഹ്മാന്റെ മ്യൂസിക്. അതൊന്ന് കേൾക്കണം. ഇത്ര വർഷമായി കഴിഞ്ഞാലും വീണ്ടും ആ ഒരു പാട്ടൊന്നും അതിന്റെ വീഡിയോസ്. ശരിക്കും പറഞ്ഞാൽ ശങ്കർ സാറിനെ ഇതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല. ശങ്കർ സാറിനെ ഉലകനായകൻ കമലഹാസനെ ഒട്ടും കുറ്റം പറയാൻ പറ്റില്ല. ഇതിൽ പാട്ട് കേട്ട് കഴിഞ്ഞാൽ BGM എടുത്ത് തോട്ടിക്കളയാൻ തോന്നും. കാരണം ഇന്ത്യൻ ആദ്യ ഭാഗത്തിന്റെ ഏറ്റവും ആദ്യം അറിഞ്ഞ ആദ്യ ഭാഗം കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു മ്യൂസിക് കേട്ടാൽ തന്നെ ആ ഒരു സിനിമ മുഴുവൻ കണ്ടിരിക്കാൻ തോന്നും. കാരണം ആ രീതിയിലാണ്, അത്രയ്ക്ക് മനോഹരമായ രീതിയിലാണ്. ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് പോകും ഏതൊരു പാട്ടെടുത്ത് കഴിഞ്ഞാലും. കാരണം ഈ പറഞ്ഞ അനിരുദ്ധ് ഫാൻസ് എനിക്കൊന്നും പറ അതിനകത്ത് കൊള്ളാത്തൊരു പാട്ടൊരെണ്ണം കാണിച്ചാ, എന്നിട്ട് ഈ ഒരു പാട്ടായിട്ടൊന്ന് കമ്പയർ ചെയ്യും. നിനക്കൊക്കെ നാളാവൂലേ ഈ എ ആർ റഹ്മാൻ ഈ പറഞ്ഞ അനിരുദ്ധിനെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട്? എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് പറയണത്? ഉള്ള കുത്തുപാട്ട് കുത്തിക്കയറ്റി ഉള്ള തിയേറ്റർ മുടിപ്പിക്കും, അതോടൊപ്പം തന്നെ ആ സിനിമയെ നശിപ്പിക്കും. എന്ത് കാര്യമുണ്ട്? ഈ ഒരു വീഡിയോയിലൊന്നും അനിരുദ്ധിനെ സംഗീതം പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അനിരുദ്ധിനെ 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കാനൊന്നും അല്ല. തീർച്ചയായിട്ടും പ്രേക്ഷകർ ഒട്ടും തന്നെ സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടുള്ള പ്രതികരണമായിട്ട് കരുതിയാൽ മതിയുക. പിന്നെ ഈ അനിരുദ്ധിനെ പൊക്കി പിടിച്ചു നടക്കണ ഈ ഫാൻസിനോട് പറയാണ്, ആദ്യം തന്നെ അദ്ദേഹത്തിനോട് പോയിട്ടേ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ എന്താണ് അതിൽ വരികളെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ പാട്ടുകൾ എഴുതി മ്യൂസിക് ചെയ്യാൻ പറയും. അല്ലാതെ ഇത് അദ്ദേഹത്തിന്റെ ഒരു BGM മാത്രം ഇങ്ങനെ മുഴങ്ങിക്കേട്ടോണ്ട് യാതൊരു ഗുണവുമില്ല. ആ ഒരു സ്റ്റോറിയിൽ ഉണ്ടായിരിക്കണ വരികളോ അതായിട്ടുള്ള ജോയിന്റ് ആവുകയോ അതിനകത്ത് ആ ഒരു സിനിമയിൽ വന്നാക്കണേൽ ആ ഒരു പാട്ട് വെച്ചതിന് ശേഷം അതിനകത്ത് ഡാൻസ് അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്നവര് യാതൊരു ജോയിന്റും ഇല്ല. പാട്ട് വേറെ വഴി പോണ്, ഡാൻസ് കളിക്കുന്ന ആൾക്കാർ വേറെ വഴി പോകണം. എന്ത് കാര്യമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്? ആ ഒരു സിനിമയിൽ പാട്ട് കണ്ടതിന് ശേഷം ഒരു പ്രേക്ഷകൻ ഇട്ടങ്ങനെ ഒരു കമന്റാണ്, വെറുതെ എല്ലാ പെണ്ണുമ്പോഴേക്ക് ആ ഒരു പാട്ടിനൊപ്പം ഡാൻസ് അല്ലെങ്കിൽ നൃത്തം ചെയ്യാൻ പറ്റാത്തത്. BGM ഒക്കെ വേറെ ലെവലല്ലോ, ഒന്നും കേൾക്കാൻ പറ്റണില്ല. തിയേറ്ററിൽ ഇരുന്നിട്ട് തന്നെ കേൾക്കാൻ പറ്റില്ല, കാതടിച്ചു പോണെയാണ്. അപ്പൊ ആ ഒരു ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷൻ എന്തായിരിക്കും അവർക്കൊന്നും മനസ്സിലാവണില്ല. അതുകൊണ്ടാണ് നൃത്തവും അതും തമ്മിൽ ജോയിന്റ് ആവാത്തതെന്നാണ് ആ ഒരു പ്രേക്ഷകൻ പറയുന്നത്. അതിനോട് നമുക്ക് യോജിക്കാണ്ടിരിക്കാൻ പറ്റൂല. കാരണം ഇദ്ദേഹം ചെയ്തിരിക്കുന്ന ഒത്തിരി കുത്തുപാട്ടുകൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. ആരുടെ മനസ്സിൽ നിൽക്കുമില്ല, വെറുതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇന്ത്യൻ 2 എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൽ വളരെ മോശത്തായ രീതിയിലുള്ള മ്യൂസിക് വീണ്ടും കലർത്തിയതിന്റെ പേരിൽ പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. കാരണം തീർച്ചയായിട്ടും അതിനുശേഷം ഇനിയിപ്പോൾ ശങ്കർ ഇന്ത്യൻ 3 എന്ന് പറയുന്ന ആ ഒരു ചിത്രം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനെ അതിൽ നിന്ന് മാറ്റിയിട്ട് എ ആർ റഹ്മാന് കൊടുക്കുക എന്നുള്ളതാണ് പ്രേക്ഷകരുടെ ഒരു 100% ടിക്കിട്ടാക്കണം, ശരിയിട്ടാക്കണം. പൊന്നോ താത്ത വരുതെന്ന് എന്റെ പൊന്നനിരുദ്ധ് സാറേ, ഇനി ഇതേപോലത്തെ താത്തനെ ദൈവത്തോർത്ത് തിയേറ്ററിൽ വരുത്തരുത് കേട്ടാ. പാട്ടിലൂടെ ഒട്ടും